Hello, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് അനസ്തെറ്റിക് ടെക്നിക്സ് സെമിസ്റ്റർ 4 OT&AT 3 and 4 ആണ്. Question number 1, before induction of anesthesia, which of the following was checked? Anesthesia കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? Only drugs, only airway equipment, only IVL drug airway equipment machines. Answer C ആണ്. എല്ലാം ചെക്ക് ചെയ്യണം കംപ്ലീറ്റ്. ഡ്രഗ്സും എയർവേ എക്വിപ്മെൻറ്റും മെഷീൻസും മോണിറ്റേഴ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആൻസർ ആക്ച്വലി സി ആണ്. When should standard monitoring be started? എപ്പോഴാണ് നമ്മൾ മോണിറ്ററിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അനസ്തീഷ്യ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മോണിറ്ററിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ മോണിറ്ററിങ് തുടങ്ങി കഴിയണം. ആൻസർ ബി ആണ്. Which of the following is a minimum monitoring device? മിനിമം എത്രയെങ്കിലും വേണം. MRI CT അൾട്രാസൗണ്ട് ഇല്ലെങ്കിൽ മിനിമം ECG നമുക്ക് എന്തായാലും മോണിറ്റർ ചെയ്യാൻ. കാരണം ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ മതിയാവുള്ളൂ. ആൻസർ സി ആണ്, ECG. പൾസ് ഓക്സിമീറ്റർ ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് മെഷർ ചെയ്യുന്ന ഒരു നോൺ ഇൻവേസീവ് മെത്തേഡാണ്. ആൻസർ ബി ആണ്. കപ്നോഗ്രാഫി ഹെൽപ്സ് ഇൻ മോണിറ്ററിങ്. അത് ലങ്സിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. വെന്റിലേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് CO2 ET/CO2 ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലങ്സിൻ്റെ പെർഫോമൻസ് അറിയാനുള്ള ഒരു മെത്തേഡാണ് കപ്നോഗ്രാഫി. ആൻസർ ബി ആണ്. സ്റ്റേജ് 3 ജനറൽ അനസ്തീഷ്യ ഇസ് നോൺ ആസ്. സ്റ്റേജ് 3യിലാണ് നമ്മൾ ശരിക്കും സർജിക്കൽ അനസ്തീഷ്യ സ്റ്റേജ് വരുന്നത്. ഏറ്റവും നല്ല സർജറി ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഈ സമയത്താണ്. അപ്പോൾ സ്റ്റേജ് 3 ഇതിൻ്റെ ആൻസർ ബി ആണ്, സർജിക്കൽ അനസ്തീഷ്യ സ്റ്റേജ് ആണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേജ് 2ൽ പേഷ്യൻ്റ് കുറച്ച് എക്സൈറ്റ്മെൻറ്റ്, ഒരു കൺഫ്യൂഷൻ എല്ലാം കാണാം. ഞാൻ ഡെലിവറി എന്ന് പറയും. അപ്പം ഈ സ്റ്റേജ് 2 എന്ന് പറയുന്നത് ബി ആണ്, ആൻസർ ബി ആണ്, എക്സൈറ്റ്മെൻറ്റ് ഡെലിവറി. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അനസ്തീഷ്യയുടെ സ്റ്റേജ് ഏതാണ്? വിച്ച് ഫേസ് ഓഫ് അനസ്തീഷ്യ ഇസ് മോസ്റ്റ് ഡേഞ്ചറസ്? ആൻസർ തുടക്കത്തിലുള്ള ഇൻഡക്ഷൻ സമയത്താണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റിസ്ക് ഉള്ളത്. ആൻസർ ബി ആണ്. എയർവേ ഒബ്സ്ട്രക്ഷനും BP-യും ബാക്കി കോംപ്ലിക്കേഷൻസ് ഹീമോഡൈനാമിക് സ്റ്റെബിലിറ്റി ഒക്കെ വരാം. ഇൻഡക്ഷൻ സ്റ്റേജാണ് ഏറ്റവും റിസ്ക് ഉള്ളത്. ആൻസർ ബി ആണ്. ഇൻഡക്ഷൻ ഓഫ് അനസ്തീഷ്യ ക്യാൻ ബി ഡൺ ബൈ ഏത് റൂട്ടിൽ കൂടെ ഇൻഡക്ഷൻ ചെയ്യുന്നത്? ആൻസർ IV ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് വെച്ചും ചെയ്യാം, രണ്ടും ചെയ്യാം. ആൻസർ സി ആണ്, IV ആൻഡ് ഇൻഹലേഷൻ ആണ്. ഫെൻറ്റാനിൽ ഈസ് ഗിവൺ ഡ്യൂറിങ് ഇൻഡക്ഷൻ ടു. ഇതിലാണ് ഫെൻറ്റാനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് പേഷ്യൻ്റ് നല്ല സ്ട്രെസ്സിലായിരിക്കും, അപ്പോൾ സ്ട്രെസ് റെസ്പോൺസ് കുറയ്ക്കണം. അതേസമയത്ത് അനൽജസിയും ഉണ്ടാകണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഫെൻറ്റാനിൽ കൊടുക്കണം. ആൻസർ ബി ആണ്. എൻഡോട്രാക്കൽ ഇൻറ്റുബേഷൻ ഇൻഡിക്കേറ്റഡ്. ട്യൂബ് ഇടുന്ന എന്തിനാണ്? നമ്മൾ ട്രാക്കയിൽ ട്യൂബ് ഇടുന്ന എന്തിനാണ്? പ്രോപ്പറായിട്ട് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാനും ഓക്സിജൻ കൊടുക്കാനും ഡ്രഗ്സ് കൊടുക്കാനൊക്കെ ട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആൻസർ അതിനകത്ത് ബി ആണ്. കാരണം പേഷ്യൻ്റ് ഫുൾ സ്റ്റോക്ക് ആസ്പിറേറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അത് ലങ്സിലൊക്കെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഇൻറ്റുബേറ്റ് ചെയ്യുന്നതാണ് പേഷ്യൻ്റ് നല്ലത്. അപ്പോൾ ആൻസർ ബി ആണ്. വൈ ആർ ഐസ് ടേപ്പ് ഡ്യൂറിങ് അനസ്തീഷ്യ? അനസ്തീഷ്യ സമയത്ത് ഐസ് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നത് എന്തിനാണ്? അത് ഇഞ്ചുറി വരാതിരിക്കാൻ. കാരണം എന്തെങ്കിലും മെഡിസിൻസോ ഡ്രഗ്സോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഡ്യൂറിങ് സർജറി ആം ഷുഡ് ബി പൊസിഷൻ. സർജറി സമയത്ത് ആം സാധാരണ ബോഡിയിൽ നിന്ന് 90 ഡിഗ്രിയിലാണ് വെക്കേണ്ടത്. അപ്പം നമുക്ക് ഫാനിലിടാനും ട്യൂബ് ചെയ്യാനും ECG പ്രോബ് കണക്ട് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഈസി ആയിരിക്കും. നമുക്ക് മൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും, മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. 90 ഡിഗ്രിയിലാണ് നമ്മൾ വെക്കേണ്ടത്. ആൻസർ ബി ആണ്. പിന്നെ നെർവ് ഇഞ്ചുറി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഇൻ കേസിൽ. അപ്പോൾ ആൻസർ ബി ആണ്. മോസ്റ്റ് അനസ്തറ്റിക് ഡ്രഗ്സ് ആക്ട്സ് വയ. അനസ്തറ്റിക് ഡ്രഗ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ബ്രെയിനകത്തുള്ള ഗാമ-അമിനോബുറ്റാരിക് ആസിഡ് റിസപ്റ്റേഴ്സിനാണ് ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. CNS ഡിപ്രഷൻ ഉണ്ടാക്കും. അപ്പോൾ ആൻസർ ബി ആണ്.
വിറ്റാമിൻ പ്രൈമറി ആക്ട്സ് ആണ്. വിറ്റാമിൻ എവിടെ ആക്ട് ചെയ്യുന്നത്? വിറ്റാമിൻ NMD റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നത്. NMD N-methyl D-aspartate റിസപ്റ്ററാണ് ബ്രെയിനിലുള്ള. വിറ്റാമിൻ കൊടുക്കുമ്പോൾ ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ ബി ആണ്. ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ മീൻസ് പേഷ്യൻ്റ് ചെറിയൊരു മയക്കത്തിലേക്ക് പോകും. പേഷ്യൻ്റ് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിപ്പോയി എന്നുള്ള തോന്നലാണ് പേഷ്യൻ്റ് ഉണ്ടാകും. ബോഡിയിൽ നിന്ന് എൻവയോൺമെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ആയെന്നുള്ള തോന്നലുണ്ടാവും. നല്ലൊരു പെയിൻ റിലീഫും കിട്ടും, സെഡേഷനും കിട്ടും, പിന്നെ മെമ്മറി ലോസും ഉണ്ടാവും. അതേ സമയത്ത് നോർമൽ മസിൽ ടോൺ ആയിരിക്കും, റിഫ്ലക്സസ് ഒക്കെ മെയിൻറ്റെയിൻ ആയിരിക്കും, സ്പോണ്ടേനിയസ് ബ്രീതിങ് മെയിൻറ്റെയിൻ ആയിരിക്കും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം ഡിസോസിയേറ്റീവ് അനസ്തേഷ്യൻ്റെ കോമൺലി യൂസ്ഡ് ഡ്രഗ് എന്നാണ് വിറ്റാമിനാണ്. ഓക്കെ. Question 16. MAC refers to minimum alveolar concentration. നമ്മൾ ഡ്രഗ് എയർ ലങ്സിലൂടെ കൊടുക്കുമ്പോൾ ലങ്സിനകത്ത് അൽവിയോയിൽ ചെന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് പേഷ്യൻ്റ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഡ്രഗിന് ഒരു മിനിമം കോൺസെൻട്രേഷൻ അൽവിയോയിൽ ഉണ്ടെങ്കിൽ അത് ബ്ലഡിലേക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുള്ളൂ. പിന്നെ MAC എന്ന് വെച്ചാൽ മിനിമം അൽവിയോലാർ കോൺസെൻട്രേഷൻ. ഇപ്പോൾ MAC അല്ലെങ്കിൽ MAC, ഐസോഫ്ലൂറിൻ്റെ MAC എന്ന് പറയുന്നത് മിനിമം എത്ര വേണം? 1.2% വേണം. സിവോഫ്ലൂറൈൻ മിനിമം എത്ര വേണം? B ആണ് ആൻസർ, 2%. ഡെസ്ഫ്ലൂറൈൻ്റെ മിനിമം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C ആണ്, 6%. ഏറ്റവും പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഏജന്റ് ഏതാണ്? ഇതിനകത്ത് ആൻസർ C ആണ്, ഡെസ്ഫ്ലൂറൈൻ ആണ്. നൈട്രസ് ഓക്സൈഡ് ഈസ് എ വീക്ക് അനസ്തെറ്റിക് ബട്ട് ഗുഡ് അനലിസിക് ആണ്. അനസ്തേഷ്യ കുറവാണ്, പക്ഷെ പെയിൻ റിലീഫ് ഭയങ്കര നല്ലതാണ് നൈട്രസ് ഓക്സൈഡിന്. അത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആൻസർ B ആണ്. അലോത്തൈൻ കോസസ്, അലോത്തൈൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അത് ഹാർട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, BP കുറയാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഹാർട്ട് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ B ആണ്. ഐസോഫ്ലൂറിൻ ഈസ് പ്രിഫേർഡ് ബിക്കോസ് എന്തുകൊണ്ട്? ഐസോഫ്ലൂറിൻ അലോത്തൈൻ പോലെയല്ല, ഇതിനകത്ത് കുറച്ചുകൂടെ റിസ്ക് കുറവാണ്. സീഷറിൻ്റെ റിസ്ക് അല്ലെങ്കിൽ ഫിറ്റ്സ് വരാൻ റിസ്ക് കുറവാണ്, കാർഡിക് ഹാർട്ടിന് റിസ്ക് കുറവാണ്. അതുകൊണ്ട് ഐസോഫ്ലൂറിനാണ് പ്രിഫർ ചെയ്യുന്നത്. നൈട്രസ് ഓക്സൈഡ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ഏത് കണ്ടീഷനിലാണ് നൈട്രസ് ഓക്സൈഡ് ഒഴിവാക്കേണ്ടത്? ആൻസർ B ആണ്, എയർ എംബോളിസം. കാരണം നൈട്രസ് ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡിൽ പോയി കഴിഞ്ഞാൽ എയർ എംബോളസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെന്നിട്ട് എംബോളസിനെ എക്സ്പാൻഡ് ചെയ്യും. എംബോളസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽസ് ഒബ്സ്ട്രക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എയർ എംബോളിസത്തിന് കണ്ടീഷനിൽ നൈട്രസ് ഓക്സൈഡ് കഴിവതും അവോയ്ഡ് ചെയ്യുക. ആൻസർ എന്താണ്? ആൻസർ B ആണ്. ഫേസ് മാസ്ക് വെന്റിലേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ എയർവേ മാനേജ്മെൻറ്റ്. നമ്മൾ ആൻസർ B ആണ്. മാസ്ക് വഴി നമ്മൾ കൊടുക്കുന്നത് എയർവേ മാനേജ്മെൻറ്റ് സമയത്താണ് അത് യൂസ് ചെയ്യുന്നത്. ഗ്യാസസ് പെട്ടെന്ന് ഡെലിവറിന് എളുപ്പമാണ്. ആൻസർ B ആണ്. LMA ലാരിഞ്ചൽ മാസ്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? എവിടെ യൂസ് ചെയ്യുന്നത്? വോക്കൽ കോഡ്സിൻ്റെ മുകളിലാണ് അത് വയ്ക്കുന്നത്. അപ്പോൾ ലെസ് ഇൻവേസീവ് ആണ്, നേരെ അകത്തേക്ക് അത് പോകുന്നില്ല, പുറത്തേക്ക് നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ B ആണ്, എബോവ് വോക്കൽ. എൻഡോട്രാക്കിയൽ ട്യൂബ് പ്രൊവൈഡ്സ്, എൻഡോട്രാക്കിയൽ ട്യൂബാണ് നമ്മൾ കംപ്ലീറ്റ് കൺട്രോൾ തരുന്ന ട്യൂബ് നേരെ അകത്ത് വരെ ട്രാക്കിയകത്ത് വരെ പോകാൻ. അപ്പോൾ നമ്മൾ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും. റെസ്പിറേഷൻ ആയാലും ഗ്യാസസ് ആയാലും എല്ലാം നമ്മൾ കൺട്രോളിലാണ്. അപ്പോൾ കംപ്ലീറ്റ് എയർവേ കൺട്രോളാണ്. ആൻസർ B ആണ്. മെയിൻ്റെനൻസ് ഓഫ് അനസ്തേഷ്യ മീൻസ് ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ മെയിൻറ്റെയിൻ കൂടാനും പാടില്ല, കുറയാനും പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് മെയിൻ്റെനൻസ്. ഇപ്പോൾ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സർജറി കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റണം. അതുതന്നെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ആൻസർ B ആണ്. IV ഫ്ലൂയിഡ്സ് ആർ മെയിൻലി എന്തിനാണ് ഫ്ലൂയിഡ്സ് കൊടുക്കുന്നത്? കാരണം അനസ്തേഷ്യ സർജറി സമയത്തൊക്കെ ബ്ലഡ് ലോസ് ഒക്കെ വരാം, ഫ്ലൂയിഡ് ലെവൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലൂയിഡ്സ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ബ്ലഡ് ലോസ് വന്നിട്ട് പേഷ്യൻ്റ് റിസ്ക് ആണ്. അപ്പോൾ വോളിയം, ബ്ലഡിൻ്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് IV ഫ്ലൂയിഡ്സ് കൊടുക്കുന്നത്. 5% ഡെക്സ്ട്രോസ് എന്താ കൊടുക്കുന്നത്? 5% ഡെക്സ്ട്രോസിനകത്ത് ഗ്ലൂക്കോസും ഉണ്ട്, വാട്ടറും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ B ആണ്, വാട്ടർ. നോമോസലൈൻ കണ്ടെയ്ൻസ്, നോമോസലൈൻ എന്ന് വെച്ചാൽ 0.9% സോഡിയം ക്ലോറൈഡ് ആണ്. ഐസോട്ടോണിക് ആണ്, ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പവറും അതിൻ്റെ സെയിം ആണ്. അപ്പോൾ അത് ആൻസർ B ആണ്, സോഡിയം ക്ലോറൈഡ്. കൊളോയിഡ്സ് എന്ന് വെച്ചാൽ കൊളോയിഡ്സ് ആർ
ലാർജ് മോളിക്യൂൾസ് റീറ്റെയിൻസ് ഉണ്ട്. അപ്പം ഇത് ഈ മോളിക്യൂൾസിൻ്റെ പ്രത്യേകിച്ച് ബ്ലഡിൽ തന്നെ കിടക്കും, ബ്ലഡിലേക്ക് വെള്ളം പിടിച്ചെടുക്കാം, ബ്ലഡിൻ്റെ വോളിയം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ലാർജ് മോളിക്യൂൾസ് ആണത്. അപ്പോൾ സർക്കുലേഷനകത്ത് ബ്ലഡിൻ്റെ അകത്ത് ഫ്ലൂയിഡിൻ്റെ വോളിയം അത് മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളം പിടിച്ചെടുക്കുന്നുണ്ട്, ഫ്ലൂയിഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ആൻസർ ബി ആണ്. ബ്ലഡ് പ്രോഡക്ട്സ് ഇൻക്ലൂഡ്, ആൻസർ ബി ആണ്, RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ന്യൂസ്റ്റെക്മിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ന്യൂസ്റ്റെക്മിൻ യൂസ്ഡ് ഫോർ ന്യൂറോമസൽ ബ്ലോക്കിനെ കുറയ്ക്കും. അപ്പം മസിൽ റിലാക്സേഷൻ കുറഞ്ഞിട്ട് നോർമൽ മസിൽ ടോണിലേക്ക് വരും. അപ്പോൾ ആൻസർ ബി ആണ്. സുഗമാറ്റിക്സ് ആക്ട്സ് ബൈ, സുഗമാറ്റിക്സിന് മോഡ് ഓഫ് ആക്ഷൻ എന്താണ്? മസിൽ റിലാക്സറിനെ ബൈൻഡ് ചെയ്യും. അപ്പം തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മരുന്നാണ് പേഷ്യൻറ്റിന്. ഇപ്പോൾ റാപ്പിഡ് റിവേഴ്സൽ ഏജൻ്റാണ്. റിക്കവറി റൂം ഷുഡ് ബി ലൊക്കേറ്റഡ്. പേഷ്യൻ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങോട്ടാണ് മാറ്റേണ്ടത്. റിക്കവറി റൂം മാറ്റണം, അത് ഓപ്പറേഷൻ ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. നിയർ ദി OT ആണ് ആൻസർ. പോസ്റ്റ് ഓപ്പ് മോണിറ്ററിംഗ് ഇൻക്ലൂഡ്സ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഏരിയയിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ഫുൾ നോക്കണം. പൾസ്, BP, റെസ്പിറേഷൻ, ടെമ്പറേച്ചർ, ഫ്ലൂയിഡ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കാം. അപ്പോൾ ആൻസർ സി ആണ്, ഫുൾ മോണിറ്ററിംഗ് നോക്കണം. ബ്രോങ്കോസ്പാസം, നമ്മൾ എയർവേ സ്പാസം വരുമ്പോൾ എയർവേ ടൈറ്റ് ആകുമ്പോൾ അതിന് ബ്രോങ്കോസ്പാസം എന്ന് പറയും. അത് കാരണം ലങ്സിനെയാണ് ബാധിക്കുന്നത്, ആൻസർ ശ്വാസത്തിനെ ബാധിക്കും. ആൻസർ സി ആണ്, ആൻസർ ബി ആണ്, ലങ്സ്. റെസ്പിറേഷൻ റിഫേഴ്സ്, റെസ്പിറേഷൻ മീൻസ് നമ്മൾ വയറ്റിനകത്തുള്ള കണ്ടന്റ് നേരെ ലങ്സിലേക്ക് പോകുന്നതിനാണ് ആസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, എൻട്രി ഓഫ് ഗ്യാസ്ട്രിക് കണ്ടന്റ് ഇൻടു ലങ്സ്. PONV എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ് നൗസിയ വോമിറ്റിംഗ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പേഷ്യൻസ് വോമിറ്റിംഗ് ഓർക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് നൗസിയ വോമിറ്റിംഗ്. സ്പൈനൽ അനസ്തീഷ്യ കാരണം സ്പൈനൽ അനസ്തീഷ്യ കോസസ്, ആൻസർ ബി ആണ്, ഹൈപ്പോ ടെൻഷൻ ആണ്. BP കുറയാൻ സാധ്യതയുണ്ട്. കാരണം സിമ്പത്തറ്റിക് സിസ്റ്റം ബ്ലോക്ക് ആകുമ്പോൾ, സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കുറയുമ്പോൾ BP കുറയാനുള്ള സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്. ഹൈപ്പോ ടെൻഷൻ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ BP കുറയുന്ന റീസൺ എന്താണ്? ആൻസർ ബി ആണ്, CSF ലീക്ക് ആണ്. CSF ലീക്ക് വരുമ്പോൾ BP പേഷ്യന് കുറയും. ആൻസർ ബി. ടോട്ടൽ സ്പൈനൽ ബ്ലോക്ക് ലീഡ്സ് ടു, സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പോയിന്റ് താഴേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്ലോക്ക്, പക്ഷേ ചില സമയത്ത് സ്പ്രെഡ് ചെയ്തിട്ട് മൊത്തത്തിൽ സ്പൈനൽ ബ്ലോക്ക് ആയി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേലിലേക്ക് കയറി വന്നാൽ റെസ്പിറേഷനൊക്കെ ബാധിക്കാം. അപ്പോൾ ആൻസർ ബി ആണ്, റെസ്പിറേറ്ററി പാരാലിസിസ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, സബർക്കോൺ സ്പേസിനകത്ത് മെഡിസിൻസ് ചെല്ലുമ്പോൾ മെഡിസിൻസ് മേലിലേക്ക് കയറി ചെല്ലും. അപ്പോൾ ഹൈ സ്പൈനൽ അനസ്തീഷ്യയിലേക്ക് പോകും. ആ സമയത്ത് മുകളിൽ ചെല്ലും, മുകളിലത്തെ നെർവ്സ് എല്ലാം ബ്ലോക്ക് ആവും. സർവൈക്കൽ തൊറാസിക് നെർവ്സ് ബ്ലോക്ക് ആവും. പ്രത്യേകിച്ച് ഫ്രണിക് നെർവൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഡയഫ്രോമും ഇന്റർകോസ്റ്റൽ മസിൽസും അഫക്റ്റ് ആകും. ഡയഫ്രോമും ഇന്റർകോസ്റ്റൽ മസിൽസാണ് നമ്മൾ റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ബ്ലോക്ക് ആകുമ്പോൾ റെസ്പിറേറ്ററി പാരലൈസിസ് വരാൻ സാധ്യതയുണ്ട്. ഹൈപ്പോ ടെൻഷൻ, സ്പൈനൽ ബ്ലോക്ക്, സ്പൈനൽ പെയിൻ. സ്പൈനൽ കൊടുക്കുമ്പോൾ BP ഫോൾ വരുന്നെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഫ്ലൂയിഡ്സ് കൊടുക്കണം, പിന്നെ BP കൂട്ടുന്ന മെഡിസിൻസ് കൊടുക്കാം. അപ്പോൾ ഫ്ലൂയിഡ്സ് ആൻഡ് വാസോപ്രസേഴ്സ് ആണ്. അനാഫിലാക്സിസ് എന്ന് പറയുന്നത് സിവിയർ അലർജിക് റിയാക്ഷൻ ആണ്. ഡ്രഗ്സ് കൊണ്ടോ വേറെ ഇൻസെക്ട് ബൈറ്റ് കൊണ്ടോ അങ്ങനെ പല രീതിയിലും അലർജി ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് അലർജി വരുന്നതിനാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. വിച്ച് പാരാമീറ്റർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസസിങ് ഡെപ്ത് ഓഫ് അനസ്തീഷ്യ? അനസ്തീഷ്യയുടെ ഡെപ്ത് മെഷർ ചെയ്യുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്? ഇതിനകത്ത് ആൻസർ BIS ആണ്, ബൈസ്പെക്ട്രൽ ഇൻഡെക്സ് എന്ന് പറയും. BIS മോണിറ്ററിങ് ചെയ്യുന്നത് എങ്ങനെയാണ്? BIS മോണിറ്ററിങ് ചെയ്യുന്നത് EEG സിഗ്നൽസ്, ബ്രെയിനകത്തുള്ള സിഗ്നൽസിനാണ് EEG സിഗ്നൽസ് വന്ന് EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം മോണിറ്ററിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പേഷ്യൻ്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് സർവേ അസസ് ചെയ്യാൻ പറ്റും. പിന്നെ കറക്റ്റ് ആൻസർ BIS അല്ലെങ്കിൽ ബൈസ്പെക്ട്രൽ ഇൻഡെക്സ് ആണ്. Which airway device provides the best protection against aspiration? ആസ്പിറേറ്റ് ചെയ്യാതിരിക്കാനാണ് ഏറ്റവും നല്ലത് എൻഡോട്രാക്കിൽ ട്യൂബ് തന്നെയാണ്. കാരണം അതിനകത്ത് കഫും കൂടെ ഉണ്ടെങ്കിൽ കഫ് ഇൻഫ്ലേറ്റ് ആയി കഴിഞ്ഞാൽ വേറെ ഒരു ഫ്ലൂയിഡും എയർവേക്കകത്ത് കയറത്തില്ല. അപ്പം ബെസ്റ്റ് ആൻസർ ഇതിനകത്ത് സി ആണ്, ETT. Which eye fluid is preferred for rapid polio replacement during blood loss? ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ
ബ്ലഡിൻ്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏത് ഫ്ലൂയിഡാണ് ബെസ്റ്റ് ഓപ്ഷൻ? ആൻസർ കൊളോയിഡ്സ് ആൻഡ് ക്രിസ്റ്റലോയിഡ്സ് ആണ്. അത് ബ്ലഡിൻ്റെ വോളിയം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫ്ലൂയിഡ് അത് പിടിച്ചെടുത്തിട്ട് ബ്ലഡിൻ്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് കൊളോയിഡ്സിൻ്റെ എക്സാമ്പിൾ റിവർ ലാക്റ്റിനാണ്. ആൻസർ സി ആണ്. Which complication is most commonly seen immediately after generalization? ജനറലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കോംപ്ലിക്കേഷൻ PONV ആണ്, നോസിയ വോമിറ്റിംഗ് ആണ്. പക്ഷേ ഇത് ഓർക്കണം, വോമിറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. ആൻസർ സി ആണ്. ഇനി ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തിയിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.